കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഗീതുവിനോട് ചോദിച്ചു, സത്യം പറ ഗീതു, ആരാ ഗോവിന്ദന്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് ചോദിക്കുക. ഒരു സ്ത്രീ വിളിച്ച കാര്യം നീ പറഞ്ഞല്ലോ. ഓ ആ പേര് ഞാൻ മറന്നുപോയി. എന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയെന്നറിയാം. അല്ല, എന്താ വിളിച്ചിട്ട് സംസാരിച്ചെന്നറിയാവോ? എന്ത് സംസാരിച്ചോ അതൊന്നും എനിക്കറിയില്ല. അല്ല, ഗോവിന്ദനോട് സംസാരിച്ചു എന്ന് ചോദിക്കും. കുറച്ചു സമയം സംസാരിച്ചു. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന അത് മോശമായിട്ടുള്ള കാര്യമല്ലേ. ഗീതന് മനസ്സിലായി എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. അതുകൊണ്ടാണ് രാധികാമ്മ ഇത്ര ടെൻഷൻ അടിച്ച് തന്നോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി വട്ട് കളിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചാണ് ഗീതു ഇങ്ങനെ പറയണേ. പിന്നീട് ഗീതു പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് പോയി. ഈ സമയം രാധികാമ്മയ്ക്ക് വലിയ ടെൻഷനായി. എന്തായിരിക്കും പോലും പറഞ്ഞ് ഒരെത്തും പിടിയും കിട്ടുന്നില്ലോ. അങ്ങനെ ഗീതു മുറിയിലേക്ക് ചെല്ലുവാണ്. ഗീതു മുറിയിലേക്ക് എന്ന് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാധികാമ്മ വീണ്ടും അങ്ങോട്ട് കയറി ചെന്നു. അല്ല ഗീതു, അല്ല കണ്ണൻ എങ്ങോട്ടാ പോയാന്ന് നിനക്കറിയാമെന്ന് ചോദിക്കാം. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയാം. അല്ല, നീ ഒന്ന് ഫോൺ എടുത്ത് നോക്കിയേ. അവനെ വിളിച്ചിട്ട് അവന് മെസ്സേജ് വല്ലതും ഉണ്ടോ, അവൻ എങ്ങോട്ടാ പോയെന്ന് വല്ലതും. ഓ അങ്ങനെ ഇപ്പൊ കണ്ണേട്ടൻ എങ്ങോട്ടാ പോയെന്ന് അറിയണമല്ലേ, അതുകൊണ്ടായിരിക്കും. കണ്ണേട്ടന്റെ ഭാര്യയാണല്ലോ ഞാൻ. രേഖാമൂലമുള്ള ഭാര്യ എന്നോട് രേഖാമൂലമുള്ള അമ്മായിമ്മയായ രാധികാമ്മ പറയണത്. കാരണം അത് രാധികാമ്മയ്ക്കിട്ടൊരു കൊട്ടു കൊടുക്കണ അനാർക്കലി പറഞ്ഞു വെച്ച. അനാർക്കലി അങ്ങനെയാണല്ലോ പറഞ്ഞേ. രേഖാമൂലമുള്ള അമ്മായിമ്മയെന്നാണല്ലോ രാധികാമ്മനെ പറഞ്ഞത്. അപ്പൊ അത് വെച്ച് ഗീതു പറഞ്ഞത്. ഇത് കേട്ടപ്പോ രാധികാമ്മയ്ക്ക് ഭയങ്കര ഞെട്ടുണ്ടായി. ഗീതു, നീ ഇങ്ങനെ ചുമ്മാ വന്നത് പറയാതെ എങ്ങോട്ടാ പോയെന്ന് നോക്ക്. ഓ, അതിപ്പോ അറിയണമല്ലേ. അപ്പൊ കണ്ണേണ്ട ഇപ്പൊ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താന്ന് ചോദിക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ണേണ്ട ഇപ്പൊ പെട്ടെന്ന് വരേണ്ട വല്ല ആവശ്യമുണ്ടോ നിൽക്കും. ഇല്ല, അത് പിന്നെ ഞാൻ കണ്ണൻ ഇങ്ങനെ പറയാതെ പോയതുണ്ട്. മനസ്സിലായി. അല്ല, കണ്ണോടും എന്തെങ്കിലും സംസാരിച്ചോ? അങ്ങനെ എന്തെങ്കിലും അറിയാവോ? എന്താ പറഞ്ഞേന്നുമല്ലോ. അതെ, എന്നോട് പറഞ്ഞു 9 മണി സമയത്ത് അവര് വിളിച്ചെന്നൊന്ന് പറയണമെന്നാ പറഞ്ഞു. ഓ ഭാഗ്യം. അപ്പൊ കണ്ണനോട് സംസാരിച്ചിട്ടില്ല അനാർക്കലി. ഓ രക്ഷപ്പെട്ടു. അങ്ങനെ സമാധാനത്തോടെ ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ഗീതനും മനസ്സിലായി രാധികാമ്മയ്ക്ക് പണി കിട്ടുന്ന എന്തോ ഒരു കേസാണ്. അതാണ് രാധികാമ്മ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്. അങ്ങനെ പുറത്തുപോയി രാധികാമ്മ നിൽക്കുകയാണ്. ആലോചിച്ചിട്ട് അനാർക്കലി കാര്യം വിചാരിച്ച്. ഈ സമയത്താണ് രേഖ അങ്ങോട്ട് വരുന്നത്. രേഖ നോക്കി രാധികാമ്മനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. പെട്ടെന്ന് രാധികാമ്മ ചോദിച്ചു, വരണ എഴുന്നേറ്റില്ലേന്ന് ചോദിക്കും. രേഖ ഒന്ന് ആലോചിച്ചു. ഇല്ല, വരണേറ്റം എഴുന്നേറ്റില്ലെന്ന് പറയും. എന്താ ഇത്ര സമയത്ത് എഴുന്നേക്കാതെ? അല്ല, ഇന്നലത്തെ ക്ഷീണം അങ്ങോട്ട് മാറിയില്ല. ഇന്നലത്തെ ക്ഷീണോ? എന്ത് ക്ഷീണം? അല്ല മേത്, എന്തോ ഉറക്കക്കൂടിയ പോലെ എന്തോ ഒന്ന് കഴിച്ചെന്ന് തോന്നേ. അതുകൊണ്ട് ആ ഒരു ക്ഷീണമാണ്. ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ലെന്ന് പറയാ. ഉറക്കുളിയെന്ന് ഗീത ഉദ്ദേശിച്ച ഗീത തന്നെ, അല്ല ഗീതു അല്ല രേഖ ഉദ്ദേശിച്ച രേഖ തന്നെയാണ് ഉറക്കുളിയെ കലക്കി കൊടുത്തത് തന്നെ. പക്ഷെ ഈ രാധികാമ്മയോട് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന്, അവൻ ഈയിടെയായിട്ട് ഇത്ര കൂടുന്നുണ്ട്. അവനിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം രേഖ ഒന്ന് പുഞ്ചിരിക്കുക. തൻ്റെ അടുത്ത അമ്മയുടെ മകന്റെ കളി അതൊന്നും പെട്ടെന്ന് അങ്ങനെ നടക്കാൻ പോകുന്നില്ലെന്ന്. പിന്നീട് ഗീതു ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഫോണിനകത്ത് മെസ്സേജ് കണ്ടു. ഗോവിന്ദന്റെ മെസ്സേജാ. അപ്പൊ ഗീതു, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനേ ക്ഷേത്രത്തിൽ വരെ വന്നാന്ന് പറയണം. ഇന്നലെ ഞാൻ കുറച്ച് ഓവറായിപ്പോയി. അത് പിന്നെ അത് അങ്ങനത്തെ ഒരു സാഹചര്യം ആയിപ്പോയി എന്ന് പറയാം. അത്ര ഓവറാവുന്ന ഞാനും പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം. പിന്നീട് ഗീത എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോ നമ്പറൊക്കെ ആയിട്ട് പിന്നെ നോക്കും വീണ്ടും മെസ്സേജ് വരുന്നു. നോക്കിക്കഴിഞ്ഞപ്പം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫോട്ടോയാ. ഗോവിന്ദനുണ്ട്, അതോടൊപ്പം തന്നെ അയ്യപ്പേട്ടനുണ്ട്. ഓഹോ, അപ്പൊ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കുന്നത്. പിന്നീട് വോയിസ് മെസ്സേജും. അതെ, ക്ഷേത്രത്തിലാന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നീ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിടുന്നത് എന്ന് പറയണം. കൊള്ളാം. അപ്പൊ തന്നെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്, തന്നൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. താൻ ഇനിയിപ്പൊ ചീത്ത പറഞ്ഞാലൊന്ന് പേടിച്ചിട്ട് രാവിലെ തന്നെ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയേക്കുക. ക്ഷേത്രത്തിൽ കിടന്ന് കറങ്ങിയടിച്ചിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. അതും എന്റെ മുന്നിലേക്ക് തന്നെയല്ലേ വരാൻ പോണേ. ഇങ്ങോട്ട് വാ, ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഗീത് പറയാണ് മനസ്സില്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് അയ്യപ്പേട്ടനോട് കോന്ന് പറഞ്ഞു, അയ്യപ്പേട്ടൻ കാരണം എല്ലാം സംഭവിച്ചേ. അയ്യപ്പേട്ടൻ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നെ കൊണ്ട് കുടിപ്പിച്ച അയ്യപ്പേട്ടനല്ലേന്ന് ചോദിക്കും. അതേ കോന്ന കുഞ്ഞെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുഞ്ഞിന് മദ്യം തന്നോളം ശരി തന്നെയാ. അയ്യപ്പേട്ടൻ എന്തായത്? ഞാൻ ഒരു പെഗ് മദ്യം പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ 2 പെഗ് വെച്ചിട്ട് പിന്നെയും കുടിക്കാൻ പറഞ്ഞില്ലേ? അത് ശരി. അപ്പൊ അങ്ങനെയാ കാര്യങ്ങളല്ലേ? 2 പെഗും 3 പെഗും വരെ ഓക്കെ. അതിനുശേഷമോ? പിന്നെ ഞാൻ മതിയെന്ന് പറഞ്ഞപ്പോ 3-4 പെഗ് ഒരുമിച്ചെടുത്ത് കുടിച്ച ആളാരാ? കുഞ്ഞല്ലേ കുടിച്ചേ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അല്ലാതെ പിന്നെ ഞാൻ വെള്ളം പോലും ഒഴിക്കാതെ എനിക്ക് ഊറ്റി വെച്ചോളെ കുഞ്ഞു കുടിച്ചില്ലേ, ദുഷ്ടൻ. എന്നിട്ടാണ് ഈ വർത്താനം പറയണെന്ന് പറയാ. അല്ലാതെ പിന്നെ ഞാൻ ഗോവിന്ദ് അങ്ങോട്ട് ചമ്മുവാണ്. അയ്യപ്പേട്ടന് മനസ്സിലായി ചമ്മി നിൽക്കുന്ന നിപ്പാണത്. ഈ സമയത്താണ് വിജയലക്ഷ്മിയുടെ കോള് വരുന്നത്. ഗോവിന്ദ് നോക്കിയപ്പോ വിജയലക്ഷ്മിയോ കോള് വിളിക്കുന്നത്. ഈ സ്ത്രീ എന്തിനാ ഇപ്പോഴും വിളിക്കുന്നത്? അല്ലെങ്കിലും അതെ,
ഇവർക്ക് ഇപ്പൊ ഇച്ചിരി സ്വാതന്ത്ര്യം കൂടുന്നുണ്ട്. ഗോവിന്ദ് കോൾ എടുത്തില്ല. ആരാ വിളിക്കുന്നത്? വിജയലക്ഷ്മിയാന്ന് പറയണം. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലും എന്താ അത്യാവശ്യം? അവർ ചുമ്മാ വിളിക്കണം. ഈ സമയം വിജയലക്ഷ്മി മനസ്സിൽ പറയാം, എന്റെ ദൈവമേ കോൾ എടുക്കുക ഗോവിന്ദേ, അനാർക്കലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിന്നോട്. നീ ഒന്ന് കോൾ എടുക്കുക. ഇനിയിപ്പൊ ഗീതുവിനോട് എന്താ സംസാരിച്ചെന്ന് അറിയത്തില്ല അവള്. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. പക്ഷെ ഗോവിന്ദ് കോൾ എടുത്തില്ല. വിജയലക്ഷ്മിക്ക് ആ ടെൻഷനായിപ്പോയി. പിന്നീട് കാണിക്കുന്ന രാധികാമ്മ അനാർക്കലിയെ കാണാണ്ട് ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അനാർക്കലിയുടെ മുന്നിൽ രാധികാമ്മ നിന്ന് കഴിയുമ്പത്തേനും അനാർക്കലി ഇങ്ങനെ ദേഷ്യം കൊണ്ട് വരയ്ക്കുകയാണ്. രാധികയോട് പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? എല്ലാം അവിടെ കൊണ്ട് അവസാനിച്ച് വിചാരിച്ചോ? ഇല്ല, എല്ലാം തുടങ്ങാൻ പോകുന്നുള്ളെന്ന് പറയാം. അനാർക്കലി നീ? അതെ, അനാർക്കലി തന്നെയാ. എന്നെ നീ മറന്നു പോയിട്ടില്ലെന്നില്ല അല്ലേ? ഞാനും നീയും ഭദ്രനും കൂടെ കൂടിയിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ കൂടി ചേർന്നിട്ടാണ് മാധവൻ നായർക്കിட்ட പണി കൊടുത്തേ. അയാളുടെ സ്വത്തുക്കളൊക്കെ ഇല്ലാതാക്കാനായിട്ട് അയാളെ നടു റോട്ടിലേക്ക് ഇറക്കി വിട്ട് നമ്മൾ മൂന്നുപേരും ചേർന്നിട്ടാ. അത് നീ മറന്നുപോയോ? നമ്മുടെ മൂന്നുപേരുടെ പ്ലാനായിരുന്നു. അവസാനം നീ എന്നെ ചതിച്ചെന്ന് പറയാം. ഇത് കേട്ട രാധിക പറഞ്ഞു, ദേ അനാർക്കലി നീ അനാവശ്യം പറയരുത്. അതിനു വേണ്ടിയിട്ടല്ലോ നീ ഇപ്പം ജയിലിൽ കിടക്കുന്നേ. നീ വേറൊരു കാര്യമായിട്ടല്ലേ ജയിലിൽ കിടക്കണേ. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്റെ ചതിയുണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും പുറക്കാൻ പറ്റില്ല. ദേ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളെല്ലാം ഇപ്പോഴും എന്റെ കൈവശമുണ്ട് രാധിക. അതുകൊണ്ട് നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ആ തെളിവുകളൊക്കെ ഞാൻ ഗോവിന്ദനെ കാണിച്ചാണ്ടല്ലോ, പിന്നീട് നീ അറക്കൽ കുടുംബത്തിന് പുറത്തായിരിക്കും. ഇത്രയും കാലം നീ അനുഭവിച്ചു വന്ന നിന്റെ സൗഭാഗ്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുമെന്ന് പറയാം. അത് കേട്ട് രാധിക പറഞ്ഞത്, അനാർക്കലി നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുവാന്ന് പറയണം. അതെ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഒരു 7 ദിവസത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പം എനിക്ക് ജീവിക്കാനുള്ള സ്വത്ത് വേണമെന്ന് പറയണം. ഞാൻ എവിടെ നിർത്ത് തരാനാ? എവിടെ നിർത്ത് തരാനാണോ? നീയും ഭദ്രനും എല്ലാം ചേർന്നിട്ട് ആ സ്വത്തുക്കളെ മൊത്തം മുക്കിയില്ലേ? കാരണം മാധവൻ നായരുടെ അടിച്ചു മാറ്റിയ ആ സ്വത്തുക്കള് അവരുടെ വിജയലക്ഷ്മിയും കൂടെ ജീവിതം താക്കാനായിട്ട് ചില്ലറ കളികളൊന്നുമല്ല നമ്മൾ കളിച്ചത്. പക്ഷെ അറിയാലോ, അതുകൊണ്ട് ആ സ്വത്ത് പിന്നീട് നീ എന്ത് ചെയ്തു? ഭദ്രനെ പറ്റിച്ച് ആ സ്വത്ത് മൊത്തം സ്വന്തമാക്കില്ലെന്ന് നിൽക്കും. ധ്യാനാർക്കലി നീ അനാവശ്യം പറയാ. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അതെല്ലാം ഭദ്രനുണ്ടല്ലോ, ആ ഭദ്രനാണ് കൈക്കലാക്കിയെന്ന് പറയാം. എന്റെ അടുത്ത് വേണം ആ കള്ളത്തരം പറയാനായിട്ട്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതിയോ? ഒരിക്കലും വിശ്വസിക്കില്ല. ആ സ്വത്ത് മൊത്തം നീ വെളുപ്പിച്ചെടുത്തു. ഗോവിന്ദന് അതൊക്കെ പണം ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് നീ അതെല്ലാം കൂടെ വെളുപ്പിച്ചെടുത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രാധിക പറഞ്ഞു, ഇല്ല, കാരണം ഇപ്പോഴുണ്ടാക്കിയ സ്വത്ത് മൊത്തം ഗോവിന്ദ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പറയും. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഞാൻ വിശ്വസിച്ചേ തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടണം. പെട്ടെന്ന് രാധിക പറഞ്ഞു, അതെ, നിനക്ക് ഇവിടെ ഒരു ജോലിയെ സംഘടിപ്പിച്ചു തരാന്ന് പറയണേ. ജോലിയോ? കൂലിക്കാരിയായിട്ട്? കൊള്ളാം, നല്ല കഥയെ. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാജകീയമായിട്ട് ജീവിക്കണം. അതിന് പണം വേണം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് പോലും എനിക്കറിയില്ല. ഗോവിന്ദനോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ പിന്നെ അറിയാലോ. അനാർക്കലി, ദൈവത്തെ ഓർത്ത് നീ ചതിക്കരുതെന്ന് പറയണ. ചതിക്കരുതെന്ന് പോലും. അതെ, ഞാൻ നല്ലൊരു കുടുംബജീവിതം നയിച്ച് ജീവിക്കേണ്ട സ്ത്രീയായിരുന്നു, അറിയാവോ? ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ആ ജീവിതം നീയായിട്ട് തല്ലിക്കെടുത്തിയത്. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന? നീ ഒരു തെറ്റ് ചെയ്തില്ലല്ലേ? നമ്മളൊരു തെറ്റ് ചെയ്തതിന്റെ പേരില് പിന്നീട് ഞാൻ അങ്ങനെ ഓരോ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാത്തിനും കാരണക്കാരൻ നീയാ. നിന്നെ ആ കണ്ട നശിച്ച നിമിഷമാണ് എല്ലാം തകർന്ന് തരിപ്പണമായി പോയത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാനമായിരിക്കും. ഒന്നുകിൽ ഞാൻ പറഞ്ഞ പണം എനിക്ക് കിട്ടണം, സ്വത്തുക്കൾ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു കാരണവശാലും നിന്നെ വെറുതെ പെടുത്തില്ലെന്ന് പറയാം. അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് രാധികാമ്മ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയം ഗീത മുറിയില് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഗോവിന്ദന്റെ അടുത്ത മെസ്സേജ്. അതെ, ഞാൻ ഇപ്പൊ തന്നെ വരൂ കേട്ടോ. 1-2 ക്ഷേത്രദർശനം കൂടെ ഉണ്ട്, അതോടെ കഴിഞ്ഞിട്ട് വരാന്ന് വേണം. ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടോ, പക്ഷെ അത് പുറത്ത് പറയാനൊരു മടി. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്റെ കണ്ണേട്ടാ. പക്ഷെ എനിക്കെന്തോ കണ്ണേണ്ണ ഇപ്പൊ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലെന്തോ വല്ലാത്തൊരു വെപ്രാളം ഉണ്ടെന്ന് ഗീത പറഞ്ഞിട്ട് ഗീത ഇങ്ങനെ ഗോവിന്ദന്റെ ഫോട്ടോ എടുത്ത് അതിലേക്ക് നിന്ന് നോക്കിയിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് പ്രമോയി വരാം കേട്ടോ. അതിനിപ്പം മിക്കവാറും ഞായറാഴ്ച ഉച്ചയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം. കാരണം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇന്നിനിയിപ്പോൾ വരുന്ന നെക്സ്റ്റ് വീക്ക് പ്രമേയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.